വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ പഴം വെച്ചിട്ടുള്ള ഒരു ഫലൂദ ടൈപ്പിലുള്ളൊരു ഡ്രിങ്കാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ. ഐസ്ക്രീമൊന്നും ചേർക്കുന്നില്ല, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടിടണം. ഇപ്പോൾ പഴം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ടപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 2 കപ്പ് പാല് ഐസ് ട്രേയിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 5-6 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 2 കപ്പോളം തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് അടിച്ചിട്ട് യോജിപ്പിക്കുക. ഒരു ഷേക്കിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രിങ്കിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ കുറച്ച് വറുത്ത അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളറുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ള കളറുള്ള അവൽ എടുക്കുമ്പോൾ പെട്ടെന്ന് അത് കുതിർന്നു പോകും. ഞാനൊന്ന് വറുത്തെടുത്തിട്ടും കൂടിയുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഗ്ലാസ്സിലായിട്ട് അവൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ഗ്ലാസ്സിലായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് കിവി ഫ്രൂട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആക്കിയെടുക്കുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനും കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ഏത് ഫ്രൂട്ടാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബദാം കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താലും നല്ല ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂണ് വെച്ചിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ലെയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ താഴോളം എത്തുന്നുണ്ട്, എന്നാലും ഒരു ഒപ്പിച്ചിട്ട് ലെയറൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെക്കറേഷൻ പരിപാടിയാണ്. മുകളിൽ കുറച്ച് അനാറിൻ്റെ സീഡും പിന്നെ ആ വറുത്തെടുത്ത അവലും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതിൽ ഐസ്ക്രീമൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ ഐസ്ക്രീമൊക്കെ ചേർത്ത ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.